നിരപരാധികൾക്ക് നേരെ പാകിസ്ഥാന്റെ അതിസാഹസം തുടരുന്നുവെന്നാണ് അതിർത്തിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. പല സ്ഥലങ്ങളിലും പാകിസ്ഥാൻ ഷെല്ലിംഗ് നടത്തുകയാണ്. എന്നാൽ ആക്രമണത്തിന് നല്ല തിരിച്ചടി ഇന്ത്യ നൽകുന്നുവെന്നും റിപ്പോർട്ടുകൾ വരുന്നു. രാജസ്ഥാനിൽ നിന്ന് അനിൽ വാസുദേവ് വീണ്ടും ചേരുകയാണ്. അനിൽ, രാജസ്ഥാൻ നമ്മുടെ ബോർഡർ പ്രദേശമായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവിടെ പാകിസ്ഥാന്റെ ഷെല്ലിംഗ് ഇന്നലെ കരുത്താർജിച്ചിരുന്നു. എന്നാൽ അതൊക്കെ ചെറുത്ത് തോൽപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. രാജസ്ഥാൻ വഴി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അവിടെ കാണാൻ കഴിയുന്നത്? തീർച്ചയായും സ്കാൻ പറഞ്ഞ പോലെ തന്നെ പാകിസ്ഥാൻ കഴിഞ്ഞ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ യുദ്ധസമാന സാഹചര്യമായതുകൊണ്ട് പലപ്പോഴും സിഗ്നൽ ദുർബലമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു കൂടി ഓർമ്മിപ്പിച്ചാൽ, ഇന്നലെ അർദ്ധരാത്രിയിലും അതിർത്തിയിൽ പാകിസ്ഥാൻ്റെ പ്രകോപനം ഉണ്ടായിരുന്നു. നിരപരാധികൾക്ക് നേരെ ഷെല്ലാക്രമണം നടത്താൻ അവർ ശ്രമിച്ചു. എന്നാൽ പാകിസ്ഥാൻ്റെ മിസൈലുകളൊക്കെ നിർവീര്യമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്ന കൂടി വാർത്തകൾ വരുന്നു. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. വിജയകുമാർ, എന്തെങ്കിലും പുതിയ വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇന്നലെ ഹരിയാനയിൽ വെച്ച് സിർസയിൽ വെച്ച് ഇന്ത്യ തകർത്ത ഒരു മിസൈൽ യഥാർത്ഥത്തിൽ ഫത്ത മിസൈലായിരുന്നു. പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ, ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്നാണ്. അത് ഡൽഹിയെ ലക്ഷ്യമാക്കിയാണ് അയച്ചത് എന്നും അത് വായുവിൽ വെച്ച് തന്നെ, ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ കഴിഞ്ഞു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. ആ മിസൈലിന്റെ ലക്ഷ്യം ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായിരുന്നു. അത് സിർസയിൽ വെച്ച്, ഹരിയാനയിലെ സിർസയിൽ വെച്ചാണ് ആ മിസൈൽ തകർത്തത്. 4 എയർബേസുകൾ പാകിസ്ഥാനിൽ ഇന്നലെ രാത്രി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം പുതുതായി വരുന്നുണ്ട്. നേരത്തെ 3 എന്നാണ് കേട്ടത്. ഇപ്പോൾ 4 എയർബേസുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ ചില സേനാ താവളങ്ങളും ആക്രമിക്കപ്പെട്ടതായുള്ള വിവരങ്ങളും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് അയക്കുന്ന ഒരു നിർണായക ഡ്രോൺ ലോഞ്ച് പാഡ് ഇന്ത്യ അത് തകർത്തു എന്നാണ് പറയുന്നത്. അത് മിസൈൽ ആക്രമണത്തിൽ തകർത്തു എന്നാണ് പറയുന്നത്. പാകിസ്ഥാന്റെ ഡ്രോൺ ലോഞ്ച് പാഡാണ്. ഇന്ത്യയിലേക്ക് ഡ്രോണുകൾ തൊടുക്കുന്നത്, പ്രത്യേകിച്ച് ജമ്മു, ശ്രീനഗർ, അതുപോലെ പഞ്ചാബ് മേഖലകളിലേക്ക് ഡ്രോണുകൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായി തൊടുത്ത ഒരു ഡ്രോൺ ലോഞ്ച് പാഡാണ്. അത് മിസൈൽ ആക്രമണത്തിൽ തകർന്നു എന്ന വിവരം കൂടി വരുന്നുണ്ട്. തുടർച്ചയായപ്പോൾ എവിടെ നിന്നാണോ നമുക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നത് ആ കേന്ദ്രങ്ങൾ തെരഞ്ഞു പിടിച്ച് തിരിച്ചടി കൊടുക്കുകയാണ്. ഒരു സിവിലിയൻ കേന്ദ്രങ്ങൾ ഇതുവരെയും ഇന്ത്യയുടെ തിരിച്ചടിയുടെ ഭാഗമായിട്ടില്ല എന്നതുകൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് എന്താണോ ഇങ്ങോട്ട് വരുന്നത് അതിന് ആനുപാതികമായ തിരിച്ചടി എന്ന സൈനിക ഭാഷയിലുള്ള പ്രതികരണം തന്നെയാണ് ഈ ഘട്ടത്തിലും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എന്താണോ ഇങ്ങോട്ട് വരുന്നത് അത് തിരിച്ചങ്ങോട്ട് കൊടുക്കുന്നു. ഇതാണ് ഇന്ത്യയുടെ നിലപാട്. അതിലൊരു മാറ്റവുമില്ല. തന്നെയുമല്ല, വായുവിൽ ഇന്ത്യയുടെ സമ്പൂർണ്ണ ആധിപത്യം, അന്തരീക്ഷത്തിൽ എയർ സ്പേസിൽ ഇന്ത്യയുടെ സമ്പൂർണ്ണ ആധിപത്യം, പാകിസ്ഥാന് ഒന്നും ചെയ്യാൻ കഴിയില്ല. തന്നെയല്ല, F-16 നഷ്ടമായിട്ടുണ്ട്. ശ്രീനഗറിൽ 2 യുദ്ധവിമാനങ്ങൾ തകർന്നു വീണിട്ടുണ്ട്. പൈലറ്റുമാരെ കണ്ടുപിടിക്കാൻ ഇന്ത്യൻ സേന ശ്രമിക്കുകയാണ്. പാകിസ്ഥാന്റെ 3ഓ 4ഓ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ ഭാഗത്തേക്ക് വന്നത് നമ്മളുടെ പ്രതിരോധത്തിൽ തട്ടി തകർന്ന വിവരം കൂടി വരുന്നുണ്ട്. അതിന്റെ അവശിഷ്ടങ്ങൾ ഒരു പക്ഷേ വൈകാതെ നമുക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞേക്കും എന്നാണ് വരുന്ന വിവരങ്ങൾ. കുമാർ, രാജസ്ഥാനിൽ നിന്ന് വീണ്ടും അനിൽ വാസുദേവ് ചേരുകയാണ്. അനിൽ, ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം ആയിരുന്നു. പറയൂ അനിൽ. തീർച്ചയായും SKN, ഇത് യാത്രയിലാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ റേഞ്ചിൻ്റെയൊക്കെ തന്നെ ചില പ്രശ്നങ്ങൾ ചില പ്രദേശങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ സംപ്രേഷണത്തിൽ ചെറിയൊരു തടസ്സം രേഖപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ജയ്സാൽമീർ അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത്. ഇന്നലെ 10ഓളം ഡ്രോണുകളാണ് ഇന്ത്യൻ പ്രതിരോധ സംവിധാനം തച്ചു തകർത്തത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പാകിസ്ഥാന്റെ ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും നടക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്കെതിരെ ശക്തമായി നമ്മൾ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് ഈ പ്രദേശങ്ങൾ കാണുന്നു. ഒപ്പം തന്നെ ഈ ഡ്രോൺ ആക്രമണങ്ങൾക്കൊപ്പം തന്നെ പൊക്രാനും ബാർമറും അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അക്കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചും വരുന്നുണ്ട്. വലിയ രീതിയിൽ എന്തായാലും പാകിസ്ഥാൻ ഈ അതിർത്തി പ്രദേശത്തെ ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വലിയ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ യേശുന്നില്ല. അതൊക്കെ തന്നെ തച്ച് തകർക്കുന്ന കാഴ്ചയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. സംസ്ഥാനം അതീവ ജാഗ്രതയാണ്. എല്ലാ പ്രദേശങ്ങളിലും ആ ജാഗ്രത ഉണ്ട് താനും. ഓരോ ആളുകളിലേക്കും അത്തരം കാര്യങ്ങൾ എത്തിക്കുന്നു. അതീവ ജാഗ്രത വേണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഇവിടുത്തെ സർക്കാർ നൽകുന്നത്. ഇന്ന് രാവിലെ കൂടി ഇവിടുത്തെ സർക്കാർ ഒരു റിവ്യൂ മീറ്റിംഗ് വിളിച്ചിരുന്നു. ആ റിവ്യൂ മീറ്റിംഗിൽ ഓരോ നിമിഷത്തെയും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടും ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നു എന്നുള്ളതാണ് ഈ ഭജൻലാൽ ശർമ്മ മുഖ്യമന്ത്രി ഈ മീറ്റിംഗിന് ശേഷം പറഞ്ഞത്. ആ റിവ്യൂ മീറ്റിംഗ് തുടരുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതീവ ജാഗ്രതയിലാണ് ഈ പ്രദേശമുള്ളത്. ഇതിനിടെ പലതരം
തരത്തിലുള്ള ഫേക്ക് ന്യൂസും സ്പ്രെഡ് ചെയ്യാൻ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അതായത് ഈ രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട ഗുരുനാനാക്ക് സാഹിബിൻ്റെ ഗുരുദ്വാരയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായി, അത് തകർത്തു, അതിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്ന തരത്തിലുള്ള തെറ്റായ വാർത്തകൾ, ഫേക്ക് വാർത്തകളൊക്കെ ഉണ്ടാവുന്നു. അതൊക്കെ തന്നെ PIB നിഷേധിച്ചുകൊണ്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ധാരാളം ഈ പ്രദേശത്തെ ഗ്രിഡുകൾ, അതായത് പവർ ഗ്രിഡുകളൊക്കെ തന്നെ തകർത്തു എന്ന തരത്തിലുള്ള വാർത്തകളും പല മാധ്യമങ്ങളിലും ഇല്ലെങ്കിൽ പാക് മാധ്യമങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു തരത്തിലുള്ള പ്രൊപ്പഗാൻഡകൾ ഒക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അക്കാര്യങ്ങൾ നിഷേധിച്ചുകൊണ്ടുള്ള വാർത്തകളുമുണ്ട്. ഒരു തരത്തിൽ ഇത് ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ മാത്രമല്ല, ഒരു തരത്തിൽ തെറ്റായ വാർത്തകൾ, വ്യാജ വാർത്തകൾ ഉപയോഗിച്ചുകൊണ്ട് കൂടിയുള്ള ആക്രമണങ്ങളും തുടരുന്നുണ്ട്. വലിയ രീതിയിൽ ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാൻ ഇല്ലെങ്കിൽ അത്തരത്തിൽ സ്പ്രെഡ് ചെയ്യാനുള്ള ശ്രമങ്ങളും ഒക്കെ തന്നെ നടക്കേണ്ട, അതിനെ കൂടി ചെറുത്ത് തോൽപ്പിക്കേണ്ട ഒരു ഘട്ടമാണ് ഇത് എന്നുള്ളതും എടുത്തു പറയേണ്ടത്. എന്തായാലും അതീവ ജാഗ്രതയിലാണ്. ഇനിയും ഈ നമ്മൾക്ക് ജയ്സാൽമേറിലേക്ക് 200 കിലോമീറ്റർ ഉണ്ട്. അതോടൊപ്പം തന്നെ പൊഖ്രാൻ, പ്രശസ്തമായ അണുവായുധ പരീക്ഷണം നടന്ന ഇന്ത്യയുടെ അഭിമാനപ്പെട്ട തന്ത്രപ്രധാനമായ പ്രദേശമൊന്നാണ്. അവിടെയും ഇന്നലെ വളരെ വലിയൊരു എക്സ്പ്ലോഷന്റെ ശബ്ദം കേട്ടു എന്ന നേറ്റീവ്സ് പറയുകയുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ് എന്നതും അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ബാൽമർ എന്ന് പറഞ്ഞ ഒരു പ്രദേശത്താണ്. അവിടെ നിന്ന് ഏതാണ്ട് ഒരു 100 കിലോമീറ്റർ കൂടി ആ പ്രദേശത്തേക്കുണ്ട്. എന്തായാലും അവിടെ എത്തുകയും അവിടെ നിന്നുള്ള ഏറ്റവും എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ജയ്സാൽമേറിൽ നിന്നുള്ള ആളുകളുടെ ആശങ്ക ഒക്കെ തന്നെ നമ്മൾ പലതരത്തിൽ കണ്ടിരുന്നു പല മാധ്യമങ്ങളിലൂടെ, അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ മാധ്യമങ്ങളിൽ നിന്നൊക്കെ തരുന്ന റിപ്പോർട്ടുകൾ കണ്ടു. എന്തായാലും അവരുടെ ആശങ്കകളും നമുക്ക് നേരിട്ട് അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് SKN. അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വലിയ ആശങ്കയിലാണ്. തുടരെ ആക്രമണങ്ങളെന്നു, പ്രത്യേകിച്ച് അർദ്ധരാത്രിയിലാണ് ഈ പാകിസ്ഥാന്റെ അതിക്രമങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത്. പകൽ സമയത്തൊക്കെ തന്നെ തക്കം പാർത്തിരുന്ന് രാത്രിയാണ് ഈ തരത്തിൽ ആളുകളെ, പ്രത്യേകിച്ച് സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം നടത്തുന്നത്. പക്ഷേ ഒന്നും തന്നെ വില പോകുന്നില്ല. ഇന്ത്യൻ പ്രതിരോധ സംവിധാനം ഈ ഡ്രോണുകളൊക്കെ തന്നെ അടിച്ചു തകർക്കുന്നു. ഓരോ നേറ്റീവ്സിനും ഓരോ സാധാരണക്കാർക്കും ഈ ഘട്ടത്തിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ സംസ്ഥാന സർക്കാർ ഈ അതിർത്തി പ്രദേശങ്ങളിലെ ജില്ലകൾക്കൊക്കെ തന്നെ ഓരോ ജില്ലയ്ക്കും 5 കോടി രൂപ വെച്ച് നൽകിയിരുന്നു. അതായത് പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ഓരോ ഹൈ അലർട്ട് സംവിധാനങ്ങളൊക്കെ തന്നെ സ്ഥാപിക്കാനും വേണ്ടിയാണ് ഈ 4 ജില്ലകൾക്കായി 5 കോടി രൂപ വെച്ച് നൽകിയത്. അങ്ങനെ സംസ്ഥാന സർക്കാരും വലിയ രീതിയിലുള്ള ജാഗ്രത വെച്ച് പുലർത്തുന്നുണ്ട്. ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ റിവ്യൂ മീറ്റിംഗിൽ ഇന്നുണ്ടായ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഒന്നത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ സുഗമമായി പോകുന്നു. എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങൾ, അത് വാർത്തയുടെ രൂപത്തിലാകട്ടെ, ഡ്രോണിന്റെ രൂപത്തിലാവട്ടെ, ഏത് തരത്തിലുള്ള ആക്രമണങ്ങളും ഈ ഒരു നിമിഷം വരെ നമുക്ക് തകർക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് തുടരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഇതുവരെ നമ്മുടെ ജനങ്ങളെ കാത്തു. ഇനിയും അത് തുടരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. താങ്ക് യു. അനിൽ വാസുദേവാണ് രാജസ്ഥാനിൽ നിന്നും നമുക്കൊപ്പം ചേർന്ന്. ഫവാസ് പള്ളിയാലി പറയുന്നു, വാർത്തകളും വീഡിയോകളും യുദ്ധത്തിൻ്റെതാണ് എന്ന് കൺഫേം ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ കൊടുക്കാവൂ. ജനങ്ങൾക്ക് മീഡിയയോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ഫവാസ് തീർച്ചയായിട്ടും നമ്മുടെ നിലപാട് പറഞ്ഞു. ഈ യുദ്ധ സമയത്ത് തീർച്ചയായിട്ടും ഈ വ്യാജ വീഡിയോകൾ പ്രചരിക്കും, ഫേക്ക് വാർത്തകൾ പ്രചരിക്കും. പ്രത്യേകിച്ച് ശത്രു രാജ്യങ്ങൾ നടത്തുന്ന ഒരു മനഃശാസ്ത്ര യുദ്ധമാണത്, ഒരു സൈക്കോളജിക്കൽ വാർഫെയർ ആണ്. അതിൽ മുഖം ഇടിച്ചു വീഴാതിരിക്കാൻ നമ്മൾ പരമാവധി മുൻകരുതലുകൾ സ്വീകരിക്കും. മാത്രമല്ല നമ്മുടെ ഒരു തീരുമാനം കൂടിയുണ്ട്. നമുക്ക് സംശയം തോന്നുന്ന ഒരു വീഡിയോയും നമ്മൾ സംപ്രേഷണം ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഈ ദേശീയ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്താൽ പോലും ഇത്തരം വീഡിയോകൾ വ്യാജമാണ് എന്നൊരു നേരിയ സംശയമെങ്കിലും തോന്നിയാൽ അത്തരം വീഡിയോകൾ ക്യാരി ചെയ്യേണ്ട എന്നുകൂടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പ്രേക്ഷകരായ നിങ്ങളുടെ കൺസേൺ നമുക്ക് മനസ്സിലാകും. ഒരുപക്ഷെ രാജ്യം ഏറ്റവും വലിയൊരു അപകടത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ആ രാജ്യത്തിന് കരുത്ത് പകരുകയാണ് നമ്മുടെ പ്രാഥമിക ലക്ഷ്യമെന്നുള്ള മാധ്യമബോധം ശരിക്കുമുള്ളവരാണ് 24. അതുകൊണ്ട് തന്നെ അത്തരം സാഹസങ്ങളൊന്നും 24ൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല. പ്രേക്ഷകർക്ക് ആ കാര്യം ധൈര്യമായി വിശ്വസിക്കാം. മാത്രമല്ല ഗോപിക എന്നൊരു സഹോദരി നമുക്ക് ഔദ്യോഗികമായൊരു മെയിലും ഈ കാര്യത്തിൽ ഒരു കൺസേൺ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്. ആ മെയിൽ ഞാൻ വായിച്ചു നോക്കി. താങ്കളുടെ കൺസേൺ നമുക്ക് മനസ്സിലാകുന്നു. തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കും. വ്യാജ വീഡിയോകളോ വാർത്തകളോ ഒന്നും പ്രചരിക്കപ്പെടാതിരിക്കാൻ, പരമാവധി ഈ ചാനലിൽ നിന്ന് പ്രചരിക്കപ്പെടാതിരിക്കാൻ എല്ലാ ശ്രമങ്ങളും, ആത്മാർത്ഥമായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. നമ്മുടെ ജനങ്ങൾ ദുരിതത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴോ അതല്ലെങ്കിൽ നമ്മുടെ രാജ്യം അപകട മുനമ്പിൽ നിൽക്കുമ്പോഴോ ഇത്തരം സാഹസങ്ങൾക്കൊന്നും വാർത്താ ചാനലുകൾ ശ്രമിക്കരുത് എന്ന അഭിപ്രായം കൂടി നമുക്കുണ്ട്. ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത അവിടുത്തെ ആരോഗ്യമന്ത്രി പങ്കജ് കുമാർ സിംഗിൻ്റെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ വാർത്ത വരുന്നു. കാര്യം മെഡിക്കൽ പ്രിപ്പറേഷൻസ് നടത്താനാണ് ഏത് സാഹചര്യവും ഡൽഹി ലക്ഷ്യമാക്കി ഒരു മിസൈൽ പാകിസ്ഥാൻ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഇന്ത്യ അത് തകർത്തെറിഞ്ഞു എന്ന് വിജയകുമാർ അല്പം മുമ്പ് റിപ്പോർട്ട് ചെയ്തേ ഉള്ളൂ. എന്നാൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ തയ്യാറായിരിക്കാനാണ് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയുടെ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് തിരക്കിട്ട ചർച്ചകളും മീറ്റിങ്ങുകളും ഒക്കെ ഡൽഹിയിൽ നടക്കുകയാണ് ഇപ്പോഴും. നമുക്കിപ്പം അച്യുതൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഇപ്പോൾ മാത്രമല്ല
അച്യുതൻ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ്റെ അതിർത്തിയോട് ചേർന്നുള്ള പെട്രോൾ പമ്പുകൾ അടച്ചിടാൻ നമ്മൾ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു എന്ന വാർത്ത കൂടി വരികയാണ്. പറയൂ അച്യുതൻ, വിവരങ്ങൾ. എസ് കെ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തന്ത്രപ്രധാനമായിട്ടുള്ള പ്രതിരോധ മന്ത്രാലയം മേഖലയിലാണ്. ഇന്ന് എന്തായാലും പ്രതിരോധ മന്ത്രാലയത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരും എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. എൻ്റെ പിന്നിലായി കാണാം, നിലവിൽ ഈ നോർത്ത് സൗത്ത് ബ്ലോക്കുകളുടെ സുരക്ഷയടക്കം വർദ്ധിപ്പിച്ചൊരു സാഹചര്യമുണ്ട്. നേരത്തെ പോലെയല്ല, ഇത്തവണ വാഹനങ്ങൾക്ക് ഉൾപ്പെടെ കൃത്യമായ പരിശോധനകൾ ഈ മേഖലയിൽ ഇപ്പോൾ ഏർപ്പെടുത്തുന്നുണ്ട്. കാരണം ഡൽഹി കേന്ദ്രീകരിച്ച് ചില ആക്രമണങ്ങൾക്ക് കൂടി പദ്ധതിയിടുന്നതായുള്ള ചില റിപ്പോർട്ടുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഡൽഹിയിൽ ഒന്നാകെ ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഇന്ന് ചേരുന്ന ഉന്നതതല യോഗത്തിൽ കരസേനാ ക്ഷമിക്കണം 3 സേനാ മേധാവിമാരും സംയുക്ത സൈനിക മേധാവിയും ആ യോഗത്തിൽ പങ്കെടുക്കും. ഒപ്പം അതിൽ കൃത്യമായ കാര്യങ്ങൾ അവലോകനം ചെയ്യും. കഴിഞ്ഞ മണിക്കൂറിൽ എന്താണ് രാജ്യത്ത് സംഭവിച്ചത്, പാകിസ്ഥാനുള്ളിൽ ഇന്ത്യയുടെ സൈനിക നടപടി അതെങ്ങനെയായിരുന്നു എന്നെ സംബന്ധിച്ച് കൃത്യമായി അതിൽ വിശദീകരിക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ സംബന്ധിച്ചുള്ള സായുധ സേനയുടെ പ്രവർത്തന തയ്യാറെടുപ്പുകൾ സംബന്ധിച്ചുള്ള അവലോകനങ്ങൾ നടത്തുക. എന്തായാലും അത്തരത്തിലുള്ള നിർണായക യോഗം ഇന്ന് രാവിലെയും ചേരുന്നുണ്ട്. ഇന്നലെയും പ്രതിരോധ മന്ത്രാലയത്തിൽ നിർണായക യോഗങ്ങൾ ചേർന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ ഇന്ത്യ കൈക്കൊണ്ടത്. എന്തായാലും കഴിഞ്ഞ മണിക്കൂറുകളിൽ പാകിസ്ഥാന് നല്ല രീതിയിലുള്ളൊരു പ്രഹരം ഇന്ത്യയുടെ ഭാഗത്ത് നൽകാൻ കഴിഞ്ഞു. ഇന്നലെ രാത്രി നിരവധി ഡ്രോണുകൾ ഇന്ത്യയുടെ അതിർത്തി മേഖലകളിലെത്തി അവിടെ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടു. അതിന് കൃത്യമായ മറുപടി ഇപ്പോൾ നൽകിയിരിക്കുന്നു. ഒപ്പം മറ്റൊരു കാര്യമെന്നുള്ളത്, ഈ സലാൽ അണക്കെട്ടിൻ്റെ 5 ഗേറ്റുകൾ ഇന്ത്യ തുറന്നിരിക്കുകയാണ്. 5 ഗേറ്റുകൾ തുറന്ന് അതിലൂടെ വെള്ളം ഇപ്പോൾ ഒഴുക്കുകയാണ്. കൂടാതെ തന്നെ മറ്റിടങ്ങളിലും അത്തരത്തിൽ ഈ പാകിസ്ഥാനിൽ ചില നിർദ്ദേശങ്ങൾ പാകിസ്ഥാനുള്ളിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നു. അതായത് പാകിസ്ഥാനിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിർത്തിയോട് ചേർത്തുള്ള ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാൻ മേഖലകളിലെ പെട്രോൾ പമ്പുകൾ അടച്ചിടാനുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള മുന്നൊരുക്കങ്ങൾ പാകിസ്ഥാനും ഇപ്പോൾ നടത്തുന്നുണ്ട്. എന്തായാലും കൃത്യമായ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ എടുത്ത ഈ പാകിസ്ഥാന് മറുപടി നൽകാൻ കൂടി ഒരുങ്ങുകയാണ് രാജ്യം. എസ് കെ, ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. വിനീത വിജയ് അമൃതസറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട. അമൃതസറിൽ അപായ സൈറൻ മുഴങ്ങിയെന്ന വാർത്തയാണ് വരുന്നത്. ബി ദിലീപ് കുമാർ കൂടി നമുക്കപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ദിലീപ് കുമാർ, ശരിക്കും ഈ നമ്മളൊക്കെ അറിയാവുന്ന ഒരു കാര്യം, പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അതുകൂടെ പറയാൻ നമുക്ക് മടിയില്ല. നമ്മുടെ ഈ വാർത്താ ചാനലിൻ്റെ ലുക്ക് ആൻഡ് ഫീലും അതുപോലെ ഇതിൻ്റെ കളർ ടോണും ഒക്കെ കോപ്പി അടിച്ചിട്ടുള്ള ചില വാർത്താ ചാനലുകളിൽ വരുന്ന ഉത്തരവാദിത്വം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമം നടത്തുകയാണ്. പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി പറയാം, നിങ്ങൾ വ്യക്തമായി കാണുക. 24 എന്നുള്ള വാർത്താ ചാനൽ നടത്തുന്ന ശ്രമങ്ങൾക്ക് മാത്രമേ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിയൂ. നമ്മളെ കോപ്പി അടിക്കുകയും നമ്മുടെ ലുക്ക് ആൻഡ് ഫീൽ അതുപോലെ പകർത്തുകയും അതൊരു അഭിമാനമായി കൊണ്ടുകിടക്കുകയും ചെയ്യുന്ന വാർത്താ ചാനലുകളുടെ നീക്കങ്ങളിലും നമുക്കും അസ്വാസ്ഥ്യമുണ്ട്. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ നിസ്സഹായത നിങ്ങൾക്ക് മനസ്സിലാവുക. അത് നിങ്ങൾ ചെറുത്ത് തോൽപ്പിക്കുക. വ്യക്തമായി മനസ്സിലാക്കുക, 24 വാർത്താ ചാനലിലാണോ ഈ വാർത്ത വന്നത്? നിങ്ങൾക്ക് യൂട്യൂബിൽ പോയാൽ ഇത് റിവൈൻഡ് അടിച്ച് നോക്കാം. അവിടെ നോക്കിയിട്ട് നിങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രം പരാതികൾ പറയണമെന്ന് കൂടി റിക്വസ്റ്റ് ഉണ്ട്. പ്രിയപ്പെട്ട നമ്മുടെ കുടുംബ പ്രേക്ഷകരെ പോലെ നമുക്കൊപ്പം സഞ്ചരിക്കുന്ന ആളുകൾ കൂടി നമ്മുടെ ഈ നിസ്സഹായത മനസ്സിലാക്കണമെന്ന് കൂടി, പ്രത്യേകിച്ച് ഈ യുദ്ധം പോലെ ഒരു അടിയന്തര സാഹചര്യത്തിൽ ഒരു രാജ്യത്തിൻ്റെ താല്പര്യത്തിന് അനുസൃതമായി 100% പ്രവർത്തിക്കുന്ന കമ്മിറ്റഡായ വാർത്താ ചാനലായിരിക്കും 24 എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബി ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ദിലീപ്, നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ എവിടെ നിന്നാണ്? എസ്കെൻ, ഇത് അതിർത്തി പ്രദേശത്ത് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം നടന്ന സ്ഥലങ്ങൾ. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു വിശദമായ തെരച്ചിൽ നടക്കുന്നുണ്ട്. അത് ശ്രീനഗറിന് സമീപം അവിടെ 2 പാക് യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടിരുന്നു. പക്ഷേ ഇതിലെ പൈലറ്റുമാരെ കാണാനില്ല. പൈലറ്റുമാർ ആകാശമാർഗം പാരഷൂട്ട് വഴി ഒരുപക്ഷെ രക്ഷപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആ ശ്രീനഗറിൽ തന്നെ ഇവർ ഉണ്ടാകും എന്ന നിലയിൽ തിരച്ചിൽ വ്യാപകമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം രജൗറി മേഖലയിൽ വ്യാപകമായ ഷെല്ലാക്രമണം നടന്നിരുന്നു. അവിടെയും വ്യാപകമായി പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. മിക്ക വീടുകളിലും ഷെല്ലുകൾ പതിച്ചിട്ടുണ്ട്. അവിടെയാണ് ജമ്മു കശ്മീർ സർക്കാർ സർവീസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായ ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് ഓഫീസറായ രാജ്കുമാർ താപ്പ കൊല്ലപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ വീണ്ടും നടുങ്ങിയ ഒരു
രാത്രി കൂടിയാണ് കടന്നുപോയത്. ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് ഡ്രോണുകളെ ഉപയോഗിച്ച് ആക്രമണം, ഇന്നലെ മാത്രം 26 സ്ഥലങ്ങളിലാണ് അവർ തുടർച്ചയായി ഡ്രോണുകൾ അയച്ചുള്ള ആക്രമണത്തിന് മുതിർന്നത്. പക്ഷേ ഈ ആക്രമണ ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുത്തി. പക്ഷേ പഞ്ചാബിലെ ഫിറോസ്പൂരിൽ ഒരു വീട്ടിലേക്ക് ഈ പാകിസ്ഥാൻ്റെ ഡ്രോൺ പതിച്ചു. അവിടെ 3 പേർക്ക്, ആ വീട്ടിലുണ്ടായിരുന്ന 3 പേർക്ക് പരിക്കേറ്റതൊഴിച്ചാൽ വേറെ മറ്റെങ്ങും, അതായത് ഭൂമിയിലേക്ക് തന്നെ അത് എത്തിക്കാതെ തന്നെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തവിടുപൊടിയാക്കുകയായിരുന്നു ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ. പാകിസ്ഥാനിൽ നിലവിൽ ഇപ്പോൾ അവിടെ നാഷണൽ കമാൻഡ് അതോറിറ്റിയുടെ അടിയന്തര യോഗമൊക്കെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വിളിച്ചിട്ടുണ്ട്. ആണവായുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ നാഷണൽ കമാൻഡ് അതോറിറ്റി പരിശോധിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഇന്ത്യയെ സംബന്ധിച്ച് പരിഭ്രമിക്കുന്ന സംഗതിയല്ല. ഇന്ത്യ അതിൻ്റെ ശക്തമായ പ്രതിരോധം തുടരുകയാണ്.